അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയതായ ഒരു കാര്യമുണ്ട്. തർദീബുസ് സ്വലാത്തീന, അധികാരത്തിനോടുള്ള അമിതമാകുന്ന ആഗ്രഹം അവസാന കാലഘട്ടത്തിലുള്ള ആളുകളുടെ മനോമുഖരങ്ങളെ പിടിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പല കോണുകളിലും അധികാരം കിട്ടിയിരുന്നുവെങ്കിലുള്ള ആഗ്രഹം കടന്നു വരും. ചെറിയ തുറകളിലാണെങ്കിൽ പോലും എനിക്കൊന്ന് അവിടെ നേതാവായിരുന്നുവെങ്കിൽ, എനിക്കൊന്ന് അധികാരം കിട്ടിയിരുന്നുവെങ്കിലുള്ള മോഹം അവസാന കാലഘട്ടത്തിലുള്ള ആളുകളുടെ മനോഹരങ്ങളിൽ കടന്നു വരുന്നതാണ്. അത് പള്ളിയുടെ കമ്മിറ്റിയാണെങ്കിലും, ചെറിയൊരു പാർട്ടി പ്രവർത്തനമാണെങ്കിലും, ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷനാണെങ്കിലും, ഒരു രാജ്യത്തിന്റെ മേധാവിയാണെങ്കിലും, അധികാരം നേടുവാൻ വേണ്ടി ഏതൊക്കെ തന്നെ നെറികെട്ട വേലകളും കാണിക്കാൻ മടിയില്ലാത്തൊരു സമൂഹം അവസാന കാലഘട്ടം കടന്നു വരും സ്വഹാബ. ആ അവസാന കാലഘട്ടത്തിലേക്കാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്തിന്റെ പല കോണുകളിലുള്ള വാർത്തകളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അധികാരത്തിന് വേണ്ടിയല്ലേ പാവപ്പെട്ട ഫലസ്തീനുകളാകുന്ന മക്കളെ കൊന്നൊടുക്കിയത്? പിഞ്ചു കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകളും ബോംബുകളും വർഷിച്ചത് അധികാരത്തിന് വേണ്ടിയല്ലേ? ഏതൊക്കെ തന്നതായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആപ്തവാക്യം മനോമുഖരങ്ങളിൽ കൊത്തിവെച്ചതായ ഫലസ്തീനിന്റെ പൊന്നുമക്കളെ നെഞ്ചത്താകെ പിളർന്നുകൊണ്ട് അവിടുന്ന് ബോംബുകളും മിസൈലുകളും വർഷിക്കുമ്പോൾ അവര് നെഞ്ചി പതറാതെ അടിപതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറച്ച ഈമാനിന്റെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആ മിസൈലുകളെ സ്വീകരിക്കുകയാണ്, ആ ബോംബുകളെ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ലോകത്താകമാനം യുദ്ധത്തിന്റെ അന്തരീക്ഷങ്ങൾ കടന്നു വരുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമകാലിക സാഹചര്യത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, എന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വിജയം കൊടുക്കും, ഒരു സന്തോഷം കൊടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലവിലുള്ള വാർത്തകൾ കടന്നു വരുന്നത്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഏതെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിൻ്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. ഏതെങ്കിലും ഒരു തിന്മയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ ശിക്ഷ അല്ലാഹു നമുക്ക് തന്നിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് നമ്മുടെ റൂഹ് പിടിക്കില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുഖേന ഏതെങ്കിലും ഒരു മനുഷ്യൻ കരയേണ്ടി വന്നിട്ടുണ്ടോ? നമ്മൾ മുഖേന ഏതെങ്കിലും ഒരു മനുഷ്യൻ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മൾ മുഖേന ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ മുഖേന ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മറക്കേണ്ടി വന്നിട്ടുണ്ടോ? ചിന്തിക്കണം. ഈ ഒരു പ്രതിസന്ധി നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഫലസ്തീനിലെ മണ്ണിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന കരച്ചിൽ ഇന്ന് ഇസ്രായേൽ കേൾക്കുകയാണ്. വലിയ കോൺക്രീറ്റ് കട്ടകളുടെ അടിയിൽ നിന്നും പിഞ്ചുമക്കളുടെ തലയോട്ടി തിരയുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ കണ്ണീരോടുകൂടിയുള്ള തിരച്ചിൽ ഇന്ന് ഇസ്രായേലിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മയും വാപ്പയും നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ടവരാകുന്ന ഫലസ്തീനി മക്കളുടെ വിലാപങ്ങൾ, അതുപോലെയുള്ള വിലാപങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ മണ്ണിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞത്, നമ്മൾ മുഖേന ഏതെങ്കിലും ഒരാൾ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ കരച്ചില് ആരെ കൊണ്ടാണോ കരയിപ്പിച്ചത് അദ്ദേഹം കരഞ്ഞിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്രായേലിന്റെ മണ്ണിൽ ബോംബ് വീഴുമ്പോൾ, ഇസ്രായേലിന്റെ മണ്ണിൽ ഇറാന്റേതായ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും സന്തോഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം നമുക്കൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, ഒരു അക്രമിയും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവൻ്റെ അക്രമം അഴിച്ചുവിടാൻ അല്ലാഹു സമ്മതിക്കൂല. എത്രയോ പലിശ വാങ്ങുന്ന ആളുകളുണ്ട്. അവർ മരിക്കാൻ നേരത്ത് അവരുടെ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നതായ പല സംഭവങ്ങൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും കണ്ടവരാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് പലിശ വാങ്ങാനോ കൊടുക്കാനോ സാധ്യമല്ല. വലിയ ബിസിനസ്സുകാരന്മാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ വലിയ പ്രഭാഷകന്മാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർ പ്രഭാഷണം നടത്താൻ പറ്റൂല. ശബ്ദം പോകും, വാക്കുകൾ ഇടരും.
അങ്ങനെ എല്ലാത്തിനും അള്ളാഹു ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു പരിധിയാണ് ഇസ്രായേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ പരിധി. അക്രമികാരികളാകുന്ന ആളുകളുടെ അക്രമങ്ങൾക്ക് ഒരു ലിമിറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അങ്ങനെ